പള്ളി പോകാൻ വേണ്ടി വന്നേക്കുവാണ്. ഇപ്പം 10 മണിന്റെ മാസത്തിന് വന്നേക്കുവാ കേട്ടോ. അപ്പം ചെറിയ ചെറിയ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന പാടെ തന്നെ കാണാൻ വേണ്ടി പറ്റും. അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്ന അടിപൊളി ക്രിസ്മസ് വൈബിലേക്ക് തന്നെ വന്നു കേട്ടോ. നോക്കിക്കേ, ഇവിടെ നമ്മുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് കൊടുത്ത് എല്ലാവരും വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പോയത് ക്രിസ്മസ് ട്രീൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ. അവിടെയും ചെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. ഇവിടെയും പള്ളീൻ്റെ ഉള്ളിൽ ജസ്റ്റ് കുർബാന തുടങ്ങിയെങ്കിലും പുറത്തുകൂടി ആൾക്കാർ നടന്ന ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തോണ്ട് നടക്കുമായിരുന്നു. ഇന്ന് കുർബാന പുറത്ത് ഔട്ട്ഡോർ വെച്ചിട്ടാട്ടോ, ഇംഗ്ലീഷ് മാസിനാട്ടോ നമ്മൾ പോയത്. പിന്നെ ഈവനിങ് നൈറ്റ് വെളുപ്പിന് 4 മണിക്കായിരുന്നു മലയാളം കുർബാന. നമ്മളത് തന്നെ ഇംഗ്ലീഷ് മാസിന് പോയി. ഇത് നമ്മുടെ പുൽക്കൂടാട്ടോ. ഇവിടെ ശരിക്കും ലൈറ്റ് ഉള്ളിലിടുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് 4 മണിക്കാണല്ലോ നമ്മുടെ മലയാളം കുർബാന വരിക. അപ്പോഴത്തേക്കും ലൈറ്റ് സെറ്റാക്കുമെന്ന് തോന്നുന്നു. എൻ്റെ ഊഹമാണേ, കറക്റ്റ് അറിയത്തില്ല ഗൈസ്. അങ്ങനെ പിന്നെ കുർബാനയെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് പുതുശ്ശേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ടാട്ടോ. ശരിക്കും ആളുടെ പേര് നിതിൻ എന്നാണ് ഞങ്ങൾ വട്ടപ്പേര് വിളിക്കുന്നത് ഗൈസ്. ഓരോ വീഡിയോയിലും ഉണ്ടാവും നമ്മുടെ കൂടെ ഓരോ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സുകളെയും പരിചയപ്പെടുത്തുന്നു. ഇവരെ യാദൃശികമായിട്ട് ഒരു ദിവസം ഇവിടുന്ന് കണ്ടതാട്ടോ. അങ്ങനെ ഇവർ ശരിക്കും ഞങ്ങളുടെ കൂടെ പഠിച്ചവരാട്ടോ. സ്കൂളിലെ കുട്ടികൾ പഠിച്ചവരാണ്. നമ്മുടെ പഴയകാല കൂട്ടുകാരെ കിട്ടുമ്പോൾ അത് വളരെ സന്തോഷമാണല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കയറി വരുമ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും അവിടെ പോയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മളും പോയി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ പള്ളിയിൽ പോകുമ്പം ക്രിസ്മസ് വൈബിലുള്ള ഒരു ഫോട്ടോസ് എടുക്കുക, എല്ലാവരും അങ്ങനെയാണല്ലോ. അതുപോലെ നമ്മളും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ പോയി നിന്ന് എടുത്തു കേട്ടോ. പിന്നെ 2 പേർക്ക് നമുക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. അത് കാരണമാണ് വെളുപ്പിന് വരാതിരുന്നത്. ശരിക്കും മലയാളം കുർബാനയ്ക്ക് വന്നു പോകുന്നതായിരുന്നു ഒരു പ്രത്യേക സുഖം എന്ന് പറയുന്നത്. എന്നാലേ നമ്മൾ ആ നാട്ടിൽ കൂടുന്ന ഒരു ഫീലിങ്സൊക്കെ വരത്തുള്ളൂ. പക്ഷെ സാരമില്ല, ഇപ്പം ഇവിടെ എല്ലാ നാട്ടുകാരും ഇംഗ്ലീഷ് മാസിന് വരും. അങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കും. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് പറ. മോളും അതിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നു. ക്യാപ്പൊക്കെ കൊടുത്ത് പക്ഷെ വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ. നമ്മൾ ഇവരുടെ കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത് ഗൈസ്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ ബർത്ത്ഡേ ആണ്. വലിയ രീതിയിലുള്ള ആഘോഷവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഒരു ചെറിയ ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഇച്ചായന് കൊടുത്തു. പിന്നെ ഒരു ചെറിയ കേക്ക് കട്ടിങ്, ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം ഓൾറെഡി ടൈം ഇത്രയായി. പിന്നെ നാളെ ഡ്യൂട്ടി ഉണ്ട്, അതിൻ്റെതായ ഒരു കുറവ്. അങ്ങനെയൊക്കെ പിന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തായാലും ഒരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് മേടിച്ച് കൊടുക്കണമെന്ന്. അത് എനിക്ക് സാധിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് മേടിച്ചത് കൊടുത്തു. പിന്നെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാ ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ. ഇനി നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ആവശ്യം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ലൈക്ക് ചെയ്തിട്ട്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്താലല്ലേ എനിക്കൊന്ന് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുള്ളൂ ഗൈസ്. എനിക്കറിയാം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.